പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്. ആന്തരിക മനുഷ്യനെ നമുക്ക് എങ്ങനെ ശക്തിപ്പെടുത്താം എന്നാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 കാര്യങ്ങൾ നാം പഠിച്ചു. ഒന്നാമതായിട്ട് പ്രാർത്ഥന, രണ്ടാമത്തത് വചനധ്യാനം, മൂന്നാമത്തേതായി പഠിച്ചത് പരിശുദ്ധാത്മാവിൽ നിറയുക, നാലാമത്തേത് സ്തുതിയും ആരാധനയും, അഞ്ചാമത്തേത് അനുസരണ ജീവിതം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഓരോ ദിവസവും പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ, ബലത്തോടെ, പുതുക്കം പ്രാപിച്ച് മുന്നേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഏത് പ്രശ്നത്തെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആന്തരിക മനുഷ്യൻ എന്തുകൊണ്ടാണ് ശക്തിപ്പെടണം എന്ന് നാം പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആന്തരിക മനുഷ്യനെ നാം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത്? ആത്മീക ശക്തി നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ആന്തരിക മനുഷ്യനിൽ നിന്നാണ്. ആത്മീയശക്തി പുറത്തു വരുന്നത് ആന്തരിക മനുഷ്യനിൽ നിന്നാണ്. എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോൾ നമുക്ക് ബലത്തോടെ നിൽക്കുവാനായിട്ട് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഭയമില്ലാതെ നിൽക്കുവാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും പുറമേ നോക്കുമ്പോൾ ഒരുപാട് വിജയങ്ങളൊക്കെ കാണാം, ഒരുപാട് കാര്യത്തിൽ വിജയം നേടാം. പക്ഷേ ചിലരുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് ഒരു സമാധാനം കാണത്തില്ല. പുറമേ ഭയങ്കര വിജയങ്ങളൊക്കെയാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ, പക്ഷേ അകത്തൊരു സമാധാനമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആന്തരിക മനുഷ്യൻ അത് ബലപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പം പുറമേയുള്ള ജയത്തോടൊപ്പം തന്നെ അകമേയും നമുക്കൊരു ജയവും ഒരു സന്തോഷവും നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നത്. ഈ ആന്തരിക മനുഷ്യൻ എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്താണ് ആന്തരിക മനുഷ്യൻ വസിക്കുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അപ്പം എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്ത് നോക്കിക്ക്. ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളുക. നമ്മുടെ ആന്തരിക മനുഷ്യനെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നത്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അപ്പം ജീവശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഊതിയത്. അപ്പം നമ്മുടെ ആന്തരിക മനുഷ്യനെ നാം എന്ത് ചെയ്യണം? ജാഗ്രതയോടെ ശക്തിപ്പെടുത്താൻ നാം സഹായിക്കണം. ആന്തരിക മനുഷ്യനെ നാം ജാഗ്രതയോടെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. കാരണം അവിടെ വസിക്കുന്നത് ആരാ? ദൈവമാണ് വസിക്കുന്നത്. ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ ആന്തരിക മനുഷ്യനുമായിട്ടാണ്. ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ എന്താ? അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അകമയുള്ള മനുഷ്യനെ എപ്പോഴും പുതുക്കം പ്രാപിക്കേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുത്തോണ്ടേയിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വചനം വായിക്കണം, സ്തുതിയും ആരാധനയും കൊടുക്കണം, ദൈവത്തിന് നന്ദി കൊടുക്കണം. അതുപോലെ തന്നെ അനുസരണയുള്ളൊരു ജീവിതം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം. ഈ ആന്തരിക മനുഷ്യൻ ശക്തനായാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് കഴിഞ്ഞാൽ എന്താ? പുതുബലം നമുക്ക് ലഭിക്കും. ഇതുവരെ ഇല്ലാത്തൊരു ബലം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഉണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും,
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ യഹോവയെ കാത്തിരിക്കുന്നവരെന്താ? ശക്തിയെ പുതുക്കും. അപ്പൊ ദിനം പ്രതി അവർ ശക്തി പ്രാപിച്ചുകൊണ്ടായിരിക്കുന്നത്. കിട്ടിയ ശക്തിക്കകത്ത് അല്ലെങ്കിൽ കിട്ടിയതിനകത്ത് ഒരു തൃപ്തിയോടെയല്ല ഇരിക്കുന്നത്. ദിനം പ്രതി അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകനെ കണ്ടിട്ടുണ്ടോ? കഴുകൻ ഈ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കുന്ന കാണുമോ? കഴുകൻ എപ്പോഴും ഉയരങ്ങളിലാണ്. കഴുകനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഉയരങ്ങളിൽ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ഉയരത്തിൽ നിന്നാണ് അവൻ ലക്ഷ്യം വെക്കുന്നത് താഴേക്ക്. അതുപോലെ തന്നെ നാം ആ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്നാണ് പറയുന്നത്. ഈ പുതുബലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോട്ടം നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം അവിടെ നിന്ന് വരും. അല്ലേ? നമുക്ക് സഹായം ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഉയരത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ നോട്ടവും നമ്മുടെ ലക്ഷ്യവുമെല്ലാം ഉയരത്തിലേക്കായിരിക്കണം, ആ ദൈവത്തിലേക്കായിരിക്കണം. ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടെങ്കിലേ നമ്മൾ ഉയരത്തിലേക്ക് നോക്കത്തുള്ളൂ. ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ നോട്ടം എപ്പോഴും താഴെയായിരിക്കും. പിശാചിന്റെ തന്ത്രങ്ങൾ എപ്പോഴും നടക്കുന്നത് താഴെയാണ്. ദൈവപ്രവൃത്തി ഉയരത്തിൽ നടക്കുന്നത്. നാം എന്ത് ചെയ്യണം? പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ദൈവപ്രവൃത്തിയിലേക്ക് നാം ശക്തിയോടെ ചിറകടിച്ച് കയറണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. നാം ശക്തിപ്പെടുവാൻ വേണ്ടിയാണ്. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവർ ഒരിക്കലും പ്രശ്നത്തെ കണ്ട്, പ്രതികൂലത്തെ കണ്ട് തളർന്നു പോകത്തില്ല. അവർക്കതിനെ നേരിടുവാനുള്ളൊരു കരുത്ത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. ഈ ഉള്ളിൽ നിന്ന് പുറത്തു വരും എന്ന് പറയാം, ആന്തരിക മനുഷ്യൻ നിന്ന് പുറത്തു വരും. ആന്തരിക മനുഷ്യനപ്പോൾ എന്ത് ചെയ്യും? ശക്തിയോടെ പുറത്തു വരും. പുറമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ആയിരിക്കാൻ നാം എന്ത് ചെയ്യും? അതിനു വേണ്ട ആഹാരവും വെള്ളവും എല്ലാം സമയാസമയങ്ങളിൽ കൊടുക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ആന്തരിക മനുഷ്യൻ ശക്തിയോടെ നിൽക്കാനായിട്ട് പ്രാർത്ഥനയും വചനധ്യാനവും സ്തുതിയും ആരാധനയും എല്ലാം കൊടുത്ത് ആ ദൈവസന്നിധി നാം ആയിരിക്കണം. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? പുതുബലം ലഭിക്കും. നിരാശയ്ക്ക് പകരം പ്രത്യാശ ലഭിക്കും. ബലഹീനതയ്ക്ക് പകരം ശക്തി ലഭിക്കും. ആശയക്കുഴപ്പത്തിന് പകരം എന്ത് ലഭിക്കും? സമാധാനം ലഭിക്കും. പുറമെയുള്ള മനുഷ്യനെയല്ല ദൈവം ഒരിക്കലും നോക്കുന്നത്, നമ്മുടെ ആന്തരിക മനുഷ്യനെ ദൈവം നോക്കുന്നത്. അപ്പം നാം എന്ത് ചെയ്യണം? ഈ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നാം ഈ ദിവസങ്ങളിലൊക്കെയും കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇത് കേട്ട ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് കേട്ടു. അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവെ പ്രായോഗികമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ബലപ്പെട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.